United States cannot be trusted all the time. എക്സാക്ട്ലി. ഇന്ത്യ ബിലീവ്സ് സോ. വിശ്വസിച്ച് തുടങ്ങിയിരിക്കുന്നു. ട്രംപ് എന്നല്ല, ഏത് നേതാവ് അമേരിക്കയിൽ വന്നാലും ബിസിനസ് താല്പര്യങ്ങൾ തന്നെയാണ് അമേരിക്കയ്ക്ക് പ്രധാനം. അമേരിക്കയുടെ സ്കീം ഓഫ് തിങ്സിൽ ഉള്ളിടത്തോളം കാലം ഇന്ത്യക്ക് പ്രാധാന്യമുണ്ട്. ഇപ്പോൾ അമേരിക്കൻ സ്കീം ഓഫ് തിങ്സിൽ നിന്നും ഭാരതം ലേശം പിന്നോട്ട് പോയിരിക്കുന്നു. പാകിസ്ഥാൻ ഹാസ് കറപ്റ്റ് ഇൻ ടു ദാറ്റ് സ്പേസ്. ഇന്ത്യ വെക്കേറ്റിയ സ്പേസ് എന്ന് പറയാനാവില്ല, പക്ഷേ പാകിസ്ഥാൻ ഒരു ഫ്രണ്ട് ലൈൻ സ്റ്റേറ്റ് ആണ്. ഇറാനുമായി അതിർത്തി പങ്കിടുന്ന ഫ്രണ്ട് ലൈൻ സ്റ്റേറ്റ് ആണ് പാകിസ്ഥാൻ എന്ന് ഓർക്കണം. ആ ഫ്രണ്ട് ലൈൻ സ്റ്റേറ്റിൻ്റെ ഒന്നുകിൽ കൂടെ നിർത്തണം, അല്ലെങ്കിൽ ന്യൂട്രലൈസ് ചെയ്യണം. ഇറാനെ കൈകാര്യം ചെയ്യാനാണ് അമേരിക്ക ഉദ്ദേശിക്കുന്നതെങ്കിൽ, ട്രംപ് ചോദിച്ചല്ലോ ഒരു 2 ആഴ്ച സമയം, 2 ആഴ്ചയ്ക്ക് ശേഷം ഹെവി പൗണ്ടിങ് ഓൺ ഇറാൻ ലീഡിങ് ടു എയറിയൽ ബോംബാർഡ്മെന്റ്, ലീഡിങ് ടു ഗ്രൗണ്ട് ഒഫൻസീവ്. കരയുദ്ധം നടത്തണമെന്ന് കരുതുക. എവിടെയെല്ലാമാണ് എൻട്രി പോയിന്റ്? ഒന്ന് പേർഷ്യൻ ഗൾഫിലെ തുറമുഖങ്ങൾ, ഇറാൻ്റെ തന്നെ തുറമുഖങ്ങൾ, അല്ലെങ്കിൽ തെക്കൻ ഇറാനിയൻ കടലോര മേഖലകൾ. ഒരു നേവൽ ഓപ്പറേഷനിലൂടെ, മെറീൻ ഓപ്പറേഷനിലൂടെ അത് സാധിക്കും. 2, വടക്കൻ കാസ്പിയൻ കടൽ വഴി ഇങ്ങോട്ടുള്ള തള്ളിക്കയറ്റം വെർച്വലി ഇമ്പോസിബിൾ. കാരണം ദാറ്റ് റീജിയൻ ഇസ് ഡോമിനേറ്റഡ് ബൈ റഷ്യ ആൻഡ് ദി അലൈസ്. അപ്പോൾ അവിടെ ഒരു തള്ളിക്കയറ്റം വടക്ക് നിന്ന് ഇറാനിലേക്ക് പറ്റില്ല. അപ്പം ഏറിയൽ ബോംബാർഡ്മെൻറ്റിലൂടെ വീക്കെൻഡ് ആകുന്ന ഇറാനെ ഒരു കരയുദ്ധത്തിൽ നേരിടണമെങ്കിൽ പാകിസ്ഥാനിൽ നിന്നും സൈന്യങ്ങൾ കടന്നു വരണം. അമേരിക്കൻ സൈന്യം, പാകിസ്ഥാൻ ഒരുപക്ഷെ നേരിട്ട് യുദ്ധത്തിൽ പങ്കെടുക്കില്ല. പാകിസ്ഥാൻ ഒരുപക്ഷെ ഇസ്രയേലിനെ വരെ ആക്രമിക്കും എന്ന പ്രതീക്ഷ ഇറാൻ നേരത്തെ പങ്കുവച്ചതുമായിരുന്നു. പരസ്യമായി പാകിസ്ഥാന് ഇറാൻ വിരുദ്ധ നിലപാടെടുക്കാനാവില്ല. അതുകൊണ്ടാണ് one man, Mr. Azim Munir, becomes so important. He is an important cog in the US scheme of things.